കാണുമ്പോൾ പേടിയാന്നല്ലേ കണ്ണല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാന്വിതം തം സജീവം സാദൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധ്യായം 9. എന്താണ് ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പേര്? രാജവിദ്യ രാജഗുഹ്യയോഗം. ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്, ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള നോളജ് ആണ് നമ്മളെ രാജവിദ്യ രാജഗുഹ്യ യോഗം അറിയാൻ പോകുന്നത്. എന്താണ്? ആ ഒരു ഭക്തിയുടെ സേവനത്തെയാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഭക്തിയുടെ സേവനത്തെ കുറിച്ചാണ്. അപ്പൊ അധ്യായം 9 ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ലൊരു അധ്യായമാണ്. അതാണ് ഏറ്റവും സെന്ററിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. 9ാമത്തെ അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. അതാണ് രാജവിദ്യയാണത്. രാജഗുഹ്യമാണ്. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യവും വിദ്യകളിൽ വെച്ചിട്ട് വിദ്യകളുടെ രാജാവുമാണ്. അതുകൊണ്ടാണ് അതിന് രാജവിദ്യ രാജഗുഹ്യമാണെന്ന് പറയാനായിട്ട് കാരണം. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു നോളേജ് ആണ് ഇത്. ഈ നോളേജ് ആചാര്യന്മാരിൽ നിന്ന് വളരെ രഹസ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മളോട് പറയുന്നത്. അത്രയും രഹസ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നോളജ് ആണ് നമുക്ക് കിട്ടുന്നത്. ആരിൽ നിന്നാണ് കിട്ടുന്നത്? ആചാര്യന്മാരിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. അതിനെ കുറിച്ചാണ് ഈ അധ്യായത്തില് ഭഗവാൻ പറയുന്നത്. നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം ഇതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് വായിക്കുന്നുണ്ട്. 1ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഇദം തൂതേ ഗുഹ്യതമം പ്രവീക്ഷ്യാമ്യാനസൂയവേ ജ്ഞാന വിജ്ഞാന സഹിതം യജ്ഞാതോ മോക്ഷിസേ ശുഭാത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. അപ്പൊ എന്താ പറഞ്ഞത്? അർജുനനോട് പറയാണ്, നീ ഒരിക്കലും എന്നിലെ അസൂയാലുവായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ പ്രഭു.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിനക്ക് ഞാൻ ഈ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ജ്ഞാനം പറഞ്ഞു തരാണ്. കാരണം നീ ഒരിക്കലും എന്നില് എന്തായിട്ടില്ല, അസൂയാലുവായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ജ്ഞാനത്തെ കുറിച്ചും വിജ്ഞാനത്തെ കുറിച്ചും നിനക്ക് ഗ്രഹിപ്പിച്ചു തരാനായിട്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാലോ, ഗ്രഹിപ്പിച്ചത് അത് മനസ്സിലായി കഴിഞ്ഞാൽ നിനക്ക് ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും നിനക്ക്. അപ്പൊ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയും തോറും അർജുനൻ എന്താ സംഭവിച്ചത്? അർജുനന് ഭഗവാനോടുള്ള ഒരു ഭക്തി, ഭഗവാനോടുള്ള ഒരു സ്നേഹം വർദ്ധിച്ചു വരാണ് ചെയ്യുന്നത്. അല്ലാതെ അർജുനൻ ഒരിക്കലും ഭഗവാനോട് എന്ത് വന്നില്ല, അസൂയല്ല വന്നത് ഇവിടെ. ഭഗവാനെ കുറിച്ച് അറിയും തോറും അർജുനന് ഭഗവാനോടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു സ്നേഹം വർദ്ധിച്ചു വരാണ് ചെയ്തത്. തിരിച്ച് അസൂയല്ല വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അർജുനനെ ഈ അതീവ രഹസ്യമായ വിജ്ഞാനവും ഗ്രഹിപ്പിച്ചു സാധിക്കാൻ. ഇടയിൽ കയറി പറയുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. ഹരേ കൃഷ്ണ. ഞാൻ മ്യൂട്ട് ചെയ്യണ്ടേ? ഞാൻ മ്യൂട്ടോള് കൊടുക്കാത്തത് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പറയേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹരേ കൃഷ്ണ. എല്ലാരും മ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് അർജുനൻ ആ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത്? അർജുനൻ ഭഗവാനില് ഒരിക്കലും അസൂയ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഭഗവാനെ കുറിച്ച് അറിയും തോറും അർജുനൻ ഒരിക്കലും എന്തുണ്ടായിട്ടില്ല, ഭഗവാനോട് അസൂയ ഉണ്ടായിട്ടില്ല. തിരിച്ച് ഭഗവാനോടുള്ള ഒരു ഭക്തി, ആ സ്നേഹം കൂടിക്കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഈ രഹസ്യമായിട്ടുള്ള ഒരു ജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട് കാരണം. അപ്പൊ ഈ ഭൗതികമായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് അത് സാധിക്കുമെന്ന് പറയാണ്. അപ്പൊ എന്താണ് അടുത്തതിൽ പറയണത്? രാജവിദ്യ രാജഗുഹ്യം പവിത്രാമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഈ ജ്ഞാനം രാജവിദ്യയാണത്. ഈ ജ്ഞാനം എന്താണത്? രാജവിദ്യയാണ്, വിദ്യകളുടെ രാജാവാണത്. അതുപോലെ തന്നെ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രവുമായതാണിത്. അപ്പൊ രഹസ്യങ്ങളിൽ വെച്ചിട്ടുള്ള ഏറ്റവും രഹസ്യമായിട്ടുള്ളതും ഏറ്റവും പവിത്രവുമായിട്ടുള്ളതാണ് എന്ത്? ഈ ഒരു ജ്ഞാനം. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. അപ്പൊ നേരിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടാനായിട്ട് എന്തുകൊണ്ട് സാധിക്കും? നമുക്ക് ഈ കൃഷ്ണാവബോധം കൊണ്ട് സാധിക്കും, ഭക്തിയുടെ സേവനത്തിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ അതെന്താണ്? ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ് എന്ത്? ഈ ഭക്തിയുടെ സേവനം. അപ്പൊ ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് നേരിട്ടുള്ള ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ധർമ്മത്തിന്റെ പരിപൂർണതയുമാണ്, ശാശ്വതമായ സന്തോഷത്തിനും ഉള്ളതാണിത് ഈ ഭക്തിയുടെ സേവനം. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായതും രാജവിദ്യയുമാണ് ഈ ഒരു ജ്ഞാനം. നേരിട്ട് ആത്മസാക്ഷാത്കാരം നേടാനും എന്തുകൊണ്ട് സാധിക്കാണ്? ഭക്തിയുടെ സേവനത്തിലൂടെ സാധിക്കുന്നു. ഈ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല ഹേ ശത്രുഞ്ജയ. അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. പക്ഷെ എന്താണ് ഒരു കാര്യം ഭഗവാൻ പറയണത്? ഈ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ വിശ്വസിക്കണം. ഭഗവാന്റെ സേവനത്തിൽ, ഭഗവാന് ചെയ്യുന്ന സേവനത്തിൽ വിശ്വസിക്കണം. ഭക്തിയുടെ സേവനത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നില്ല. സേവനം ചെയ്യണം. സേവനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞത്? ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് പരിശുദ്ധരാകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക് എന്തില്ല? അത് ന്യൂനതകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മളെ ഇന്ദ്രിയങ്ങൾ എന്ത് വേണം? ശുദ്ധീകരിക്കണം. പവിത്രീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുള്ളൂ. അതിന് ഭക്തിയുടെ സേവനം അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭക്തിയുടെ സേവനത്തിലൂടെ അത് ഭഗവാന്റെ നാമം ചൊല്ലാം, ഭഗവാനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് ഭക്തിയുടെ സേവനത്തിന് ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്താൽ നമുക്ക് പരിശുദ്ധരായാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ വിശ്വാസം ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് ഈ ജനന മരണങ്ങളിൽ നിന്ന് നമുക്ക് കയറാനായിട്ടും സാധിക്കുന്നില്ല. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവ്വഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാ നിൽക്കുന്നത്? അവ്യക്തമായ രൂപത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ വ്യാപിച്ചു നിൽക്കുകയാണ്. എല്ലാ സർവ്വചരാചരങ്ങളും എല്ലാ ഭൂതങ്ങളും എല്ലാം എന്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞപ്പോ അവ്യക്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ദർശിക്കാനും കൂടി സാധിക്കില്ല ഭഗവാനെ ഈ ഭൗതിക ലോകത്തിൽ. എന്തുകൊണ്ട്?
അതുകൊണ്ടാണ് നമ്മളിപ്പോ തന്നെ പറഞ്ഞു നമ്മളെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക്, സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക്, ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. അതായത് അത ശ്രീകൃഷ്ണ നാമാദി എന്താ പറഞ്ഞ ന ഭാവേഗ്രാഹ്യം ഇന്ദ്രിയേഹി സേവോന്മുഖേഹി ജിഹ്വാതോ സ്വയമേവാസ്ഫുരത്യതഃ. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട് അല്ലെ. നമ്മള് ഭഗവാന്റെ നാമം, അതുപോലെ തന്നെ യശസ്, ലീലകൾ മുതലായവ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നതല്ല. പരിശുദ്ധമായ ഭക്തിയോടെ നമ്മൾ ചെയ്ത ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ, ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതാണ് പറഞ്ഞ അതാ ശ്രീകൃഷ്ണ നാമാതി ന ഭാവേഗ്രാഹ്യം ഇന്ദ്രിയേഹി സേവോന്മുഖോഹി ജിഹ്വാതോ സ്വയമേവാസ്ഫുരത്യതഃ. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ദർശിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. എന്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. അപ്പോ ഈ സൃഷ്ടിജാലങ്ങളൊന്നും എന്താണ് എന്നിൽ സ്ഥിതി ചെയ്യുന്നതല്ല. ഇതൊന്നും ആരിലല്ല സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനിലല്ല സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും എന്താണ് ഭഗവാൻ അതിലല്ല സ്ഥിതി ചെയ്യുന്ന പറയുന്നത്. ഭഗവാൻ അതിലല്ല എന്ന് പറയണത്. ഭഗവാൻ അതിലല്ല സ്ഥിതി ചെയ്യുന്നത്. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല. ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചത്. പക്ഷെ ഭഗവാൻ എന്താണ്? ഇതിന്റെ ഒരംശമല്ല എന്നാ പറയുന്നത്. അതിനെങ്ങനെ ഉദാഹരണം പറഞ്ഞു തരുന്നത്? ഭഗവാനിലാണ് എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഞാൻ അവയിലെല്ലാം സ്ഥിതി ചെയ്യുന്നു എന്നാണല്ലേ പറഞ്ഞത്. ഇപ്പൊ അത് ഗ്രഹവ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നത്. ആ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ്? ഭഗവാന്റെ ശക്തി കൊണ്ടാണ്, ഭഗവത് ശക്തി കൊണ്ടാണ് ഇതെല്ലാം അവിടെ ഒഴുകി നടക്കുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഭിന്നനാണ് ആര്? ഭഗവാൻ. അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാന്റെ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം ഭഗവാനിൽ നിന്നാണ്. പക്ഷെ എന്താണ്? ഭഗവാൻ അതിന്റെ ഒരു അംശമല്ല. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. പക്ഷെ ഭഗവാൻ അതിന്റെ ഒരു അംശമല്ല എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞതാണ്, സ്ഥിതി ചെയ്തത് കൊണ്ട് തന്നെ കാറ്റ് ശക്തിയുള്ള സ്ഥിതി ചെയ്തത് കൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവ്വ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. അപ്പൊ കാറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? സ്ഥിതി ചെയ്തത് കൊണ്ട് എല്ലാ സ്ഥലത്തും കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതേപോലെ തന്നെ സർവ്വ സൃഷ്ടികളും എപ്പോഴും ആരിലാണ് വിശ്രമിക്കുന്നത്? ഭഗവാനിൽ തന്നെയാണ് വിശ്രമിക്കുന്നത്. അപ്പൊ അത് വായുവിന്റെ ചലനം നമുക്ക് അറിയാൻ സാധിക്കില്ല. എല്ലാ പദാർത്ഥങ്ങളും ചലിക്കുമ്പോൾ നമുക്ക് വായുവിന്റെ ആ സ്വാധീനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അത് എവിടെയാണ് നിലനിൽക്കുന്നത്? ആ വായു ആകാശത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അത് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നത് എല്ലാ സൃഷ്ടികളും ഭഗവാനിൽ തന്നെയാണ് വിശ്രമിക്കുന്നത്. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം ആരുടെ അധീനതയിലാണെന്ന് പറയുന്നത്? ഭഗവാന്റെ അധീനതയിലാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അത് ചെയ്യുന്നത് വീണ്ടും വീണ്ടും അത് ആവിർഭവിക്കുന്നു, പിന്നെ തിരോഭവിക്കുകയും ചെയ്യുന്നു. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഈ ഭൗതിക പ്രവർത്തനങ്ങളോടും ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. അപ്പോ നമ്മൾ പറഞ്ഞു എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു 3 വിഷ്ണു മൂർത്തികളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു അല്ലെ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്താണ്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രപഞ്ചം മധ്യത്തിലാണ് പ്രപഞ്ചം ആവിർഭവിക്കുന്നത്. അതിനുശേഷം അത് പ്രളയം വരുമ്പോ എന്താണ്? അത് തിരോഭവിക്കുന്നു, വീണ്ടും അത് വരുന്നു, അത് പോകുന്നു. അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഇതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷെ എന്താണ്? ഇതൊക്കെ തിരോഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭഗവാന്റെ അധീനതയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ഭഗവാന് യാതൊരു പ്രവൃത്തിയില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ എങ്കിലും എന്താണ്? ആധ്യാത്മിക ലോകത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആര്? ഭഗവാൻ. എപ്പോഴും ഭഗവാന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആധ്യാത്മിക ലോകത്തില്. പിന്നെന്താണ്? ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോട് ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ആര്? ഭഗവാൻ. ഭഗവാൻ ഒരു ഉദാസീനനെ പോലെയാണ് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ സൃഷ്ടിയിലെ
ഭൗതിക പ്രകൃതികൾ എന്താണ് പറയണത്? അദ്ദേഹം ഒരു ഉദാസീനനെ പോലെയാണെന്ന് പറഞ്ഞു. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷാഭാവത്തെയാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹൈക്കോടതി ജഡ്ജി ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം എന്താണ്? ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാം, പിന്നെ അതേപോലെ തന്നെ മറ്റൊരാളെ നമുക്ക് തടവിലാക്കാം. അങ്ങനെ പല രീതിയിലും പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് അവർക്ക് അർഹിക്കപ്പെട്ട ശിക്ഷ കൊടുക്കുന്നുണ്ടാവും ജഡ്ജി. എങ്കിലും ആ ജഡ്ജി എന്താണ്? ഇതിനെല്ലാം ഉദാസീനനാണ്. ആ പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു ലാഭമോ നഷ്ടമോ അതിൽ യാതൊരു പങ്കും ആർക്ക് വരുന്നില്ല? ഈ ജഡ്ജിക്ക് വരുന്നില്ല. എന്താണോ പ്രവർത്തിക്കേണ്ടത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ ഭഗവാന്റെ സ്ഥിതിയും പറയുന്നത്. മയാധ്യേക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളൊന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശം അനുസരിച്ച് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ഭൗതിക പ്രകൃതിയാണ് എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ഈ നിയമം അനുസരിച്ച് പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുകയും ചെയ്യും. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ ഭൗതിക പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാതും ആരുടെ നിയന്ത്രണത്തിലാണ്? ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഭൗതിക പ്രകൃതി ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ആ ഭൗതിക പ്രകൃതി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭൗതിക പ്രകൃതി എന്താ ചെയ്യണത്? ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ഇച്ഛാനുസരണം ഈ ഭരണ ചുമതല നടത്തുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയാണ് നടത്തുന്നത്. അത് എങ്ങനെയാണോ ഭഗവാൻ പറയുന്നതിന് അതിനനുസരിച്ച് ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു. ആ നിയമം അനുസരിച്ച് പ്രപഞ്ചം സൃഷ്ടിച്ച് സംഹരിക്കുന്നതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് തന്നെയാണ്. അവജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂത മഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ എന്താണ്? മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായിട്ടുള്ള ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവം ആർക്കറിയാൻ സാധിക്കുന്നില്ല? ഈ മൂഢന്മാർക്ക് മനസ്സിലാകുന്നില്ല. അവര് മനുഷ്യരൂപത്തിലും പ്രത്യക്ഷമാകുമ്പോൾ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈ മൂഢന്മാര് കരുതുന്നത്. അവർക്ക് ഭഗവാൻ ആരാണ്? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഒരു ഭഗവാനാണെന്നോ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു നാഥനാണെന്നോ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അവര് ഭഗവാനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് മാത്രമാണ് കരുതുന്നത്. അവർക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. മോഘ കർമാണോ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതി മോഹിനി ശ്രിത. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. അങ്ങനെ മോഹിതരായിട്ടുള്ള ആസുരങ്ങളും നിരീശ്വരവാദങ്ങളുമായ ആശയങ്ങളാൽ എന്താണ്? അവര് ആകൃഷ്ടരാകാണ് ചെയ്യുന്നത്. അങ്ങനെ മോഹാവസ്ഥയിൽ വരുമ്പോ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവര് ഫലോദിഷ്ട കർമ്മങ്ങൾ, അവര് ചെയ്തിട്ടുള്ള ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളും ജ്ഞാനം നേടിയതെല്ലാം എന്തായിട്ട് മാറാണ്? പാഴായി പോകാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവുള്ളൂ? തോൽവി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഭഗവാൻ അവഗണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? തോൽവി ഉണ്ടാകുന്ന പറയുന്നത്. ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കാത്തവർക്ക്, ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തു വീണ്ടും ഈ ഭൗതിക ബന്ധത്തില് എന്താ പറയാ അതിൽ മോഹിതനായി പെട്ടുപോയി കഴിഞ്ഞാൽ, ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായുള്ള ആശയങ്ങൾ കൊണ്ട് ആകൃഷ്ടരായി കഴിഞ്ഞാൽ അവർക്ക് മുക്തി കിട്ടാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, അവരെ ചെയ്ത ഫലോദിഷ്ട കർമ്മങ്ങൾ, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത അവരുടെ കർമ്മങ്ങളും ജ്ഞാനം ആർജിച്ചതുമെല്ലാം അവർക്ക് പാഴായി പോകുന്നു. അവര് കൂടുതൽ അവരെന്ത് സംഭവിക്കാണ്? അവർക്ക് തോൽവിയായിരിക്കും അവർക്ക് സംഭവിക്കുന്നതെന്നാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയുള്ളവര്? മോഹിതരായി കഴിഞ്ഞാൽ, ആസുരങ്ങളും നിരീശ്വരപരമായിട്ടുള്ള ആശയങ്ങളിലെ മോഹിതരായി കഴിഞ്ഞാല്. മഹാത്മനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിതാഃ ഭജന്തെ അനന്യ മനസോ ജ്ഞാത്വോ
സർവഭൂതാദിമവ്യയം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പൊ എന്തോടെ പറഞ്ഞത്? വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കള് ആരാൽ സുരക്ഷിതരാണ്? ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. അപ്പൊ മഹാത്മാക്കളായിട്ടുള്ളവര്, പരിശുദ്ധരായിട്ടുള്ള വ്യക്തികള്, പരിശുദ്ധ ഭക്തന്മാരെപ്പോഴും ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. ഭഗവാന്റെ അന്തരംഗ ശക്തി, അതായത് യോഗമായ, നമ്മൾ ഭഗവാന്റെ രണ്ട് ശക്തികൾ, ഒന്ന് അന്തരംഗ ശക്തിയും ഒന്ന് ബഹിരംഗ ശക്തിയും. അന്തരംഗ ശക്തി ആരാണ്? നമ്മൾ പറഞ്ഞു രാധാറാണി. ബഹിരംഗ ശക്തി ആരാണ്? ബഹിരംഗ ശക്തി, ഒരു മിനിറ്റ്, ദുർഗ, ഒരു മിനിറ്റ് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാന്റെ രണ്ട് ശക്തികൾ, ഒന്ന് അന്തരംഗ ശക്തിയും ഒന്ന് ബഹിരംഗ ശക്തിയും. അതായത് അന്തരംഗ ശക്തി ആരാണ്? നമ്മൾ പറഞ്ഞു രാധാറാണി. ബഹിരംഗ ശക്തിയാണ് ദുർഗാദേവി. അപ്പൊ ഭഗവാൻ എന്താ ഇവിടെ പറഞ്ഞത്? വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കള് അവര് എങ്ങനെയാണ്? ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. അവരെ സംരക്ഷിക്കുന്നത് ആരാണ്? അപ്പോ ദൈവിക പ്രകൃതി, അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിയായിട്ടുള്ള രാധാറാണി അവരെ സംരക്ഷിക്കുന്ന പറയുന്നത്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണെന്ന് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവരെപ്പോഴും എന്താണ്? ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് എന്തറിയാം? ഭഗവാൻ ആരാണെന്നറിയാം, താനും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് എന്തെന്നാണ് അറിയാം. ആ ഒരു ജ്ഞാനം നേടിയത് കൊണ്ട് തന്നെ അവർ എപ്പോഴും ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ പരിശുദ്ധ ഭക്തന്മാരെ ആര് സംരക്ഷിക്കും? ഭഗവാന്റെ അന്തരംഗ ശക്തിയായിട്ടുള്ള രാധാറാണി സംരക്ഷിക്കും. ഭഗവാന്റെ ഹാദിനി ശക്തിയാണ് രാധാറാണി. അപ്പൊ രാധാറാണി അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അല്ലാത്തവരെ, ഈ ബഹിരംഗ ശക്തി ആരെ പോലുള്ളവരാണ് സംരക്ഷിക്കുക? ഭൗതിക പ്രകൃതിയിലേക്ക് വലിക്കുന്നത്, മറ്റുള്ള നമ്മളെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരെ, ശരീരബോധത്തിലുള്ളവരെ സംരക്ഷിക്കുന്നവരാണ്? ഭഗവാന്റെ ബഹിരംഗ ശക്തി, അതായത് ദുർഗാദേവി സംരക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശാരീരിക ബോധത്തിലുള്ളവര്, നമ്മളെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പുലർത്തുന്നവരെ സംരക്ഷിക്കുന്നത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയായിട്ടുള്ള രാധാറാണി. ഇനി ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്, ആരാധിക്കേണ്ടത്? സതതം കീർത്തയന്തോ മാം യദന്തശ്ചാദൃഢാവൃതഃ നമസ്യന്തശ്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. അപ്പൊ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞു വരുന്നത്? ഒരു മഹാത്മാവ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാനെ എപ്പോഴും കീർത്തിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ എല്ലായ്പ്പോഴും കീർത്തികൾ ആലപിക്കുക, നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ട് എന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടും മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? അപ്പൊ എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട്, അപ്പൊ ഭഗവാനെ കീർത്തനങ്ങൾ ആലപിക്കുക, കീർത്തികൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും ഭഗവാനെ പ്രണമിച്ചുകൊണ്ടും എങ്ങനെയാണ് മഹാത്മാക്കൾ നിരന്തരം ഭക്തിയോടെ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ എങ്ങനെ ആരാധിക്കേണ്ടത് നമ്മൾ പറഞ്ഞു? കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട്, നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ട്, പ്രണമിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കണം. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരം ഋക്സാമയജുരേവച. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞ? ലോകത്തിന്റെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും എല്ലാം ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. അറിയേണ്ടതും ആരെ കുറിച്ചാണ്? എന്നെ കുറിച്ച് തന്നെയാണ്. പവിത്രമാകുന്നതും പ്രണവവും പിന്നെ വേദങ്ങളിലെ ഋക് സാമ യജുർ വേദങ്ങളെല്ലാം ആരെ തന്നെ പറയുന്നത്? എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എവിടേക്കാണ് എത്തുന്നത്? ഭഗവാനിക്ക് തന്നെയാണ് എത്തുന്നത് ഭഗവാനോട് പറയാണ്. എല്ലാത്തിന്റെയും ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യം ആരാണ്? ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് ഇതിലൂടെ ഭഗവാൻ പറഞ്ഞു തരാണ്. ഇനി ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശയവും ഉറ്റമിത്രവും ഞാനാകുന്നു. അപ്പൊ എല്ലാവരുടെ ലക്ഷ്യവും പിന്നെ ഭരണകർത്താവും പ്രഭുവും
സാക്ഷിയും വാസസ്ഥാനവും ആശയവും എല്ലാം എന്താണ്? ആശ്രയവും എല്ലാം ആശ്രയവുമാണ്. ആശ്രയവും ഉറ്റമിത്രവും എല്ലാം ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്, ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ആര് തന്നെ? ഞാൻ തന്നെ. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണനാണ് ആത്യന്തികമായിട്ടുള്ള പ്രാപ്യസ്ഥാനം. അത് ആര് മനസ്സിലാക്കുന്നില്ല? നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ കൃഷ്ണനെ കുറിച്ച് അറിയാത്തവരാണ് എന്ത് പോകുന്നത്? വഴിപിഴച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഉത്കൃഷ്ട ലോകത്തിലേക്ക്, ഉന്നതിയിലേക്ക് ഉയരാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള അതിന് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്കൃഷ്ടമായിട്ട് ഉയരാനായിട്ട് സാധിക്കും. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ, ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എല്ലാം ഞാൻ തന്നെയാണ്. ഈ ഭഗവാൻ എന്തോട് അർജുനനോട് പറയുന്നത്? എല്ലാം ഊർജം പ്രദാനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, മഴ പെയ്യിക്കുന്നത് ഞാൻ തന്നെ, മഴ നിർത്തുന്നത് ഞാൻ തന്നെ, മൃത്യുവായിട്ട് വരുന്നതും അമൃതമായിട്ടിരിക്കുന്നതും, അതായത് നമ്മളെ ജീവൻ നൽകുന്നതും ജീവൻ ഇരിക്കുന്നതും മരണമായി എത്തുന്നതും ആത്മാവും ജഡവസ്തുവും എല്ലാം തന്നെ ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. അതായത് നമ്മൾ ഭഗവാന്റെ വിവിധ ശക്തി കൊണ്ട് എന്താ പറയാ, വെളിച്ചം തരുന്നതും ചൂട് നൽകുന്നതും ഇതൊക്കെ നൽകുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്ത് മഴ പെയ്യിക്കുന്നതും ആര് തന്നെ? ഭഗവാൻ തന്നെയാണ്. പിന്നെ ജീവിതത്തിന്റെ ആ ദൈർഘ്യം കൂട്ടി തരുന്നതും ശരീരത്തിനെ നിലനിർത്തി തരുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. പിന്നെ അതിനുശേഷം മൃത്യുവിന്റെ രൂപത്തിൽ വരുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാതും ആര് തന്നെയാണെന്ന് പറയുന്നത്? ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ എല്ലാതും ഭഗവാൻ തന്നെയാണ്. എല്ലാം ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അർജുനനോട് പറയണേ, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, ഞാനാണ് ഊർജം പ്രദാനം ചെയ്യുന്നത്, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ, ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എല്ലാം ആരിൽ തന്നെയാണ്? എന്നിൽ തന്നെയാണ്. എല്ലാം ഭഗവാന്റെ തന്നെ അംശമാണ്, ഭഗവാനാണ് എല്ലാതും. അപ്പൊ ഈ വിശ്വരൂപത്തിന്റെ ലിംഗിൽ ഭഗവാൻ പോകാണ്. അത് ഭഗവാനെ കുറിച്ച് പറഞ്ഞ് ഭഗവാൻ വിശ്വരൂപത്തെ കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അങ്ങനെയാണ് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എല്ലാതും നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാം ഭഗവാനിൽ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് നമുക്ക് മനസ്സിലാക്കാം. സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് ആരെ തന്നെയാണ്? എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് വേദപഠനം നടത്തുന്നവരും പിന്നെ എന്താ പറയാ, വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു തരത്തിൽ ഭജിക്കുന്നത് ആരെ തന്നെയാണ്? എന്നെ തന്നെയാണ്. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകങ്ങളായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ ഈ വേദപഠനം നടത്തി സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് സോമപാനം ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഇവിടെ? എന്ന് പറഞ്ഞാല് സോമരസം കുടിക്കുന്നവരായി എന്ന് പറയുന്നത്. 3 ലോകങ്ങളും അറിയാം. യജ്ഞങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനിരുന്നിട്ട് നമ്മൾ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്, പുണ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട്, പുണ്യലോകം പുണ്യമായിട്ടുള്ള ആഗ്രഹങ്ങള് എന്താ പറയാ, പുണ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ് വേദപഠനം നടത്തുന്നത്. സോമപാനം ചെയ്യുന്നവരും എല്ലാം ഭജിക്കുന്നത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? സ്വർഗീയമായിട്ടുള്ള സുഖങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്. അതിന്റെ പാപഫലങ്ങളിൽ നിന്ന് മുക്തരായിട്ട് പുണ്യലോകമായ ഇന്ദ്രന്റെ ലോകത്തിൽ ജനിച്ച് അവർ എന്ത് ചെയ്യാണ്? ദിവ്യ സുഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ നമ്മൾ ആ പുണ്യ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ ജനിക്കേണ്ടി വരും? സ്വർഗലോകത്തിൽ പോയിട്ട് ജനിക്കേണ്ടി വരും. നമ്മൾ ഇന്നലെ കണ്ടൂല സ്വർഗലോകം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ ഇന്ദ്രന്റെ ലോകം, സുവർലോകം, അതായത് നമ്മളെ ഭൗതിക ഭൂമിക്ക് കഴിഞ്ഞ് ഒരെണ്ണം അല്ലെ എന്റെ മേലേക്കാണ് വരുന്നത്. ആ സ്വർഗലോകത്തിൽ പോയിട്ട് നമ്മൾ ജനിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ചെയ്ത പുണ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ നശ്വരമായ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗ അന്വേഷികൾക്ക് ജന്മവൃത്തി പരമ്പരയില്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അപ്പൊ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്ത ഈ പുണ്യം മുഴുവനും നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോ
എന്താ ചെയ്യുന്നത്? പിന്നെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നാ പറയുന്നത്. കാരണം ഇതൊക്കെ ക്ഷയിച്ചു പോകുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ പുണ്യകർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുമ്പോ നമ്മൾ വീണ്ടും ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ഈ ജന്മമൃത്യു പരമ്പര ഇല്ലാതെ നമുക്ക് വേറൊന്നും കിട്ടാനില്ല. കാരണം നമ്മള് പുണ്യങ്ങൾ ചെയ്യും. ആ പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് ജന്മെടുക്കും. ആ പുണ്യഫലങ്ങൾ മുഴുവൻ തീരുമ്പോ വീണ്ടും നമ്മൾ തിരിച്ചെവിടേക്ക് വരും? ഈ ഭൂമിയിൽ വന്ന് ജന്മെടുക്കും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ജന്മമൃത്യു പരമ്പര ഇല്ലാതെ നമുക്ക് വേറെ ഒന്നും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. അപ്പൊ ഇനിയോട് ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിക്കുക. ഭഗവാന്റെ ഏത് രൂപത്തെ ധ്യാനിക്കണം എന്നാ ഭഗവാൻ നമ്മളോട് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തെ ധ്യാനിക്കാനാണ്. ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാൻ ആരാധിക്കണം എന്നാ ഭഗവാൻ പറഞ്ഞത് അല്ലെ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപത്തിൽ ദിവ്യ രൂപത്തെ ആരാധിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത്, എപ്പോഴും ഭഗവാൻ ആരാധിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. അവർക്ക് വേണ്ടതൊക്കെ ഭഗവാൻ നൽകുകയും ചെയ്യും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. അപ്പോ എന്താണ്? നമ്മളിപ്പോ ഭഗവാനെ ആരാധിക്കുമ്പോ നമുക്ക് എന്താണോ വേണ്ടതെന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പൊ നമ്മൾ ചോദിച്ചാലും നമുക്ക് വേണ്ടത് ആര് തരുന്നുള്ളൂ? അവിടെ ഭഗവാൻ തരുന്നുള്ളൂ. മാത്രല്ല നമുക്കുള്ളതെല്ലാം ഭഗവാൻ നിലനിർത്തി തരും ചെയ്യും. അപ്പൊ നമുക്കുള്ളതിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നമുക്ക് വേണ്ടാത്തതായിരുന്നു, അത് നമുക്ക് ആവശ്യമില്ലാന്ന് ആർക്കറിയാം? അത് ഭഗവാൻ അറിയാം. അപ്പൊ അത് ഭഗവാൻ അത് കളയുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഭഗവാൻ ആരാധിച്ചുകൊണ്ടിരുന്നാൽ പൂർണ്ണമായ ഭക്തിയോടെ, ഒരു ക്ലോസ് അവിടെ വെച്ചിട്ടുണ്ട് ഭഗവാൻ, പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും, അവർക്ക് ഉള്ളതെല്ലാം ഭഗവാൻ നിലനിർത്തി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഭഗവാന്റെ കാരുണ്യം. അപ്പൊ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ഭക്തിയോടെ ഭഗവാൻ സേവനം ചെയ്തു കഴിഞ്ഞാൽ, ഭഗവാൻ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതെല്ലാം നമുക്ക് നിലനിർത്തി തരുകയും ചെയ്യും, വേണ്ടതെല്ലാം നമുക്ക് നൽകുകയും ചെയ്യും. യേ പന്യദേവതാ ഭക്താ യജന്തെ ശ്രദ്ധയാന്വിതാഃ യേപി മാമേവ കൗന്ദേയ യജന്ത്യാ വിധിപൂർവകം. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവ്വം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. അപ്പൊ മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്നവര്, നമ്മളുടെ മറ്റു ദേവന്മാരെ ആരാധിക്കുന്നവരും ആരെ തന്നെയാണ് ആരാധിക്കുന്നത്? ഭഗവാനെ തന്നെയാണ് ശരിക്കും ആരാധിക്കുന്നത്. പക്ഷെ അതെന്താണ്? അത് വിധിപ്രകാരമല്ല എന്നാണ് പറയുന്നത്. ഭഗവാനെ തന്നെയാണ് അവരെല്ലാവരും ആരാധിക്കുന്നതെങ്കിലും അത് വിധിപ്രകാരമല്ല. കാരണം മറ്റുള്ള ദേവന്മാരെ എല്ലാം ആരാധിക്കേണ്ടത് ഭഗവാനെയാണ് ആരാധിക്കേണ്ടത് പറഞ്ഞു. അപ്പൊ അത് പറയണേ വിശ്വാസപൂർവ്വം അവർ ഉപാസിക്കുന്നതും വാസ്തവത്തിൽ എന്നെ തന്നെയാണ്. പക്ഷെ അത് എന്തല്ല? അത് വിധിപ്രകാരമല്ല. നമ്മളൊരു മരത്തില് വെള്ളം ഒഴിക്കുമ്പോ മരത്തിന്റെ വേരുകളിലല്ലാതെ അതിന്റെ കൊമ്പുകളിലും ഇലകളിലും കൊണ്ട് വെള്ളം ഒഴിക്കുന്നത് പോലെയാണെന്നാ പറയണത്. അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും അതിന് പോഷണം കിട്ടണമെങ്കിൽ, ആ എന്താ പറയാ വൃക്ഷത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ വെള്ളം ഒഴിക്കണം? അതിന്റെ വേരിൽ വെള്ളം ഒഴിക്കണം. അല്ലാതെ അതിന്റെ ഇലയിൽ പോയിട്ടോ കൊമ്പിൽ പോയിട്ടോ വെള്ളം ഒഴിച്ചുകൊണ്ട് കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഭഗവാൻ. കാരണം ഭഗവാനാണ് എല്ലാവരുടെയും നാഥൻ, എല്ലാത്തിന്റെയും നിയന്താവ് ഭഗവാനായത് കൊണ്ട് നമ്മൾ ആരെയാണ് ഉപാസിക്കേണ്ടത്? ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ അതും എവിടേക്കാണ് എത്തുന്നത്? ഭഗവാനിലേക്ക് തന്നെയാണ് എത്തുന്നത്. പക്ഷെ അത് എങ്ങനെയല്ല? അത് വിധിപ്രകാരമല്ല, അത് പൂർവകമാണെന്നാണ് പറയുന്നത്. അത് അവിധിപൂർവമാണ്, അത് വിധിപ്രകാരമല്ല അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? യാന്തി ദേവാവ്രതാ ദേവാൻ പിത്രാൻ യാന്തി പിതൃവ്രതഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധ്യാജിനോപ്രിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും, പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും, ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവർ അവരോടൊപ്പമാണ് ജനിക്കുക, എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. അപ്പൊ ഭഗവാനെ ആരാധിക്കുന്നവരാണ് ആരോടൊപ്പം ജീവിക്കുന്നത്? ഭഗവാന്റെ ഒപ്പം വരുന്നത്. ഭഗവാന്റെ ഒപ്പം ജീവിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാര്, ഭഗവാനെ ആരാധിക്കുന്നവരാണ്. ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരുടെ ലോകത്തിലേക്കാണ് പോകുന്നത്. പിതൃപൂജ നടത്തുന്നവര് പിതൃക്കളോടൊപ്പം ജനിക്കും,
ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവര് അവരോടൊപ്പമായിരിക്കും ജനിക്കുക. ഭഗവാൻ ആരാധിക്കുന്നവര് ഭക്തന്മാര് ഭഗവാന്റെ ഒപ്പം ജീവിക്കുക. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടു, നമ്മൾ ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരുടെ ലോകത്തിലേക്ക്, ആ ഭൗതിക ലോകത്തിലേക്ക് തന്നെയാണ് അവര് പോകുന്നത്. പിതൃപൂജ നടത്തുന്നവര് പിതൃക്കളോടൊപ്പം പോകും. ഭൂതപ്രേതാദികൾ ഉപാസിക്കുന്നവർ അവരുടെ ലോകത്തിലേക്ക് പോകും. ഭഗവാൻ ആരാധിക്കുന്നവരാണ് എവിടേക്ക് പോകുന്നത്? ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുക. അതായത് ഭഗവാന്റെ ധാമം നമുക്കറിയാം, ഗോലോക വൃന്ദാവനം. അവിടേക്ക് പോകാൻ ആർക്കാ സാധിക്കുക? ഭഗവാൻ ആരാധിക്കുന്ന ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ അവിടേക്ക് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈ എങ്ങനെയാണ് ഭഗവാൻ ആരാധിക്കേണ്ടത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിബഹൃത അശ്നാമി പ്രയതാത്മനഃ. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, അത് ഇലയാകാം, പൂവാകാം, ഫലമോ ജലമോ ആകാം, അത് ഞാൻ സ്വീകരിക്കും. അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, അതെങ്ങനെയായിരിക്കും? ഇലയാകാം, പൂക്കളാകാം, പിന്നെ എന്താ പറയാ പഴവർഗ്ഗങ്ങളാകാം, നമ്മളെ ഫ്രൂട്ട്സ് ആകാം, പിന്നെ ജലമാകാം. ഇത് എന്തായാലും ഭഗവാൻ അത് സ്വീകരിക്കും. അത് എങ്ങനെ സമർപ്പിക്കണം? ഭഗവാന് സ്നേഹത്തോടും ഭക്തിയോടും കൂടിയായിരിക്കണം അത് സമർപ്പിക്കേണ്ടത്. ഭഗവാൻ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ? കാരണം ഇതിന് നമ്മളുടെ വീട്ടില് പൈസ ഉണ്ടോ, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയാണോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ വീട്ടിലും വെള്ളം ഉണ്ടാവും. ഇല, തുളസിയാണ് ഇല എന്ന് ഉദ്ദേശിക്കുന്നത്. തുളസി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പൊ തുളസി ഉണ്ടാവും നമ്മളുടെ ഒക്കെ വീട്ടുകളില്, ജലവും ഉണ്ടാകും. പിന്നെന്താണ്? പൂക്കള്, പൂക്കളും നമ്മളെ വീട്ടിലുണ്ടാവാം. പിന്നെന്താണ്? ഫലങ്ങള്, എന്താ പറയാ ഫ്രൂട്ട്സ്, അതും നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങൾ എന്തായാലും ചെയ്താൽ മതി. എങ്ങനെ സമർപ്പിക്കണത്? ഭക്തിയോടും സ്നേഹത്തോടും കൂടി എനിക്ക് സമർപ്പിക്കാം. അത് ഇലയാകാം, തുളസി ഇലയാകാം, പിന്നെ ജലമാകാം, പൂക്കളാകാം, പിന്നെ പഴവർഗ്ഗങ്ങളാകും. ഇത് എന്തായാലും എനിക്ക് സമർപ്പിക്കാം. അത് എങ്ങനെയായിരിക്കണം? ഭക്തിയോടും സ്നേഹത്തോടും കൂടിയാണ് സമർപ്പിക്കേണ്ടത്. അത് ഞാൻ സ്വീകരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സത്യത്തില്? ഭഗവാൻ എന്താണ്? ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനാണ് ഇതിന്റെ ഒക്കെ സ്രഷ്ടാവ്. ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നിട്ട് ഭഗവാൻ എന്തിനാ അത് പറഞ്ഞു തരുന്നത്? നമ്മളെ പരിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, നമ്മള് പരിശുദ്ധരായി തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. പിന്നെന്താ പറഞ്ഞത്? യത്ത് രോഷീയദശ്നാസി യച്ച് ഹോഷീയദാസിയത് കൗന്ദേയ തത്പുരുഷാമദർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ ഇനി എന്താ അടുത്തത് പറഞ്ഞത്? നീ എന്ത് ചെയ്താലും നീ അത് എന്ത് ചെയ്യണം? എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ടായിരിക്കണം നീ അത് ചെയ്യേണ്ടത്. നീ എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, എല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എന്തിനാണ് ഭഗവാൻ ഇതെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഏതൊരു സന്ദർഭത്തിലും ഭഗവാനെ കുറിച്ച് മറന്നു പോകാതിരിക്കാനായിട്ട്, നമ്മളെ ജീവിതത്തെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ, ഭഗവാനെ മറന്ന് ഒരു സമയം പോലും നമ്മളിൽ ഇല്ലാതിരിക്കാനാണ് ഭഗവാൻ എന്ത് പറയണത്? നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, അത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എങ്ങനെ ചെയ്യണം? ഭഗവാനായിട്ട് കണക്ട് ചെയ്യണം, ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യണം. അതിനാണ് ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറയുന്നത്. എന്ത് ചെയ്യുക? എന്ത് നിവേദിക്കുക, എന്ത് ഭക്ഷിക്കുക, എന്ത് ദാനം ചെയ്യുക, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുക, ഇതെല്ലാം എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സമ്മോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യാസ്തി ന പ്രിയഃ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. എനിക്ക് ആരോടും അസൂയയില്ല. ഇനി ഭഗവാൻ എന്താ പറയുന്നത്? എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷാപാതവുമില്ല, എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? എനിക്ക് ആരോടും അസൂയയില്ല. ഭഗവാൻ എല്ലാവരോടും എങ്ങനെയാണ്? പക്ഷാപാതവുമില്ല, അസൂയയുമില്ല. എല്ലാവരെയും സമഭാവനയോടാണ് ആര് കാണുന്നത്? ഭഗവാൻ കാണുന്നത്. പക്ഷെ ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമായിരിക്കും. അവൻ എന്നിൽ അധിവസിക്കുന്നു.
അപ്പൊ ഭഗവാന് ആരോടും അസൂയമില്ല, പക്ഷാപാതവുമില്ല, എല്ലാവരെയും ഒരുപോലെയാണ് ഭഗവാൻ കാണുന്നത്. പക്ഷെ എങ്കിലും ഭക്തിപൂർവ്വം ഭഗവാനെ സേവിക്കുന്നവര് ഭഗവാന്റെ സുഹൃത്തായിട്ടിരിക്കും അവര്, ഭഗവാൻ അവരുടെ സുഹൃത്തുമായിട്ടിരിക്കും. അപ്പൊ അവൻ എന്നിലാണ് എപ്പോഴും അധിവസിക്കുന്നത്. അപ്പൊ എല്ലാവരും സമഭാവനയോടാണ് കാണുന്നതെങ്കിലും ഭഗവാന് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നവര് സുഹൃത്തായിരിക്കും ഭഗവാൻ, അവർ ഭഗവാന്റെ സുഹൃത്തുമായിരിക്കും. സുഹൃത്താവുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? സുഹൃത്തുക്കൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമായിരിക്കില്ല നമ്മളെ സുഹൃത്തുക്കള്. നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരാണ്. അപ്പൊ ഭഗവാൻ എന്താണ്? നമുക്ക് ദുഃഖം വരുമ്പോഴും നമുക്ക് സുഖം വരുമ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും ആര്? ഭഗവാൻ. അതാണ് സുഹൃത്തുക്കളുടെ പ്രത്യേകത. അപ്പൊ ഭഗവാൻ പറയണത് എനിക്ക് ആരോടും അസൂയയില്ല, എനിക്ക് പക്ഷാപാതവുമില്ല, എല്ലാറ്റിനോടും സമഭാവനയാണുള്ളത്. പക്ഷെ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാള് എന്റെ സുഹൃത്തുമായിരിക്കും, ഞാൻ അയാളുടെ സുഹൃത്തുമായിരിക്കും. എന്നിലാണ് അവര് അധിവസിക്കുന്നതെന്ന് പറയാണ്. അപി ചേത് സുദുരാചാരോ ഭജതേ മാമന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക വ്യവസിതോ ഹി സഹ. ഒരാൾ അത്യന്തം ഹീനമായൊരു പ്രവൃത്തി ചെയ്താൽ പോലും ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. അപ്പൊ ഒരാള് അത്യന്തം ഹീനമായിട്ടുള്ള ഒരു ദുഷ്കർമ്മം ചെയ്തൊരു വ്യക്തി ആയിരിക്കാം, എങ്കിൽ പോലും പിന്നീട് അയാള് എന്ത് ചെയ്യാണ്? ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളെ നമ്മൾ എന്തായിട്ട് കരുതണം? സാധുവായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ആ വ്യക്തി ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായിട്ട് വർത്തിക്കുന്നു എന്നാ പറയുന്നത്. എങ്ങനത്തെ പ്രവൃത്തി ചെയ്താലും നമ്മള് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അതിനുശേഷം ഭക്തിയുടെ സേവനത്തിൽ വന്ന് അയാൾക്ക് എന്താവാൻ സാധിക്കും? ഭക്തിയുടെ സേവനത്തിലൂടെ പരിശുദ്ധി നേടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ സാധു എന്ന് നമ്മൾ കരുതണം. തന്റെ ദൃഢവിശ്വാസത്തിൽ അയാൾക്ക് ശരിയായിട്ട് വർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് എങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തികളായിരുന്നാലും നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് എന്താണ്? ഭക്തിയുടെ സേവനത്തിലൂടെ പരിശുദ്ധരാകാനായിട്ട് സാധിക്കും. അവരപ്പൊ നമ്മള് സാധുവായിട്ട് തന്നെ കരുതണം. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വ ചാന്ദീനി ഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത്യാ പ്രണശ്യതി. ഈ ഭഗവാൻ എന്താ പറയണത്? അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന്, അങ്ങനെയുള്ളവരെന്താണ്? ഭക്തിയുടെ സേവനത്തിലൂടെ പരിശുദ്ധരായി തീർന്നുകൊണ്ട് ശാശ്വതമായ ശാന്തി നേടുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് വേഗത്തിൽ ധാർമ്മികനായിട്ട് തീർന്ന് ശാശ്വതമായിട്ട് ശാന്തി നേടാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെന്താ പറയണത്? എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ലെന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. അപ്പൊ ഭഗവാൻ അർജുനനോട് എന്താ പറയണത്? ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ, എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയണത് എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് നീ പ്രഖ്യാപിക്കാൻ? എന്താ പറയണത്? ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വചാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമാ ഭക്ത്യാ പ്രണശ്യതി. എന്താ പറഞ്ഞ? നമേ ഭക്താ പ്രണശ്യതി. ആരോടാ പറയണത്? അർജുനനോടാണ് പറയണത്. നീ പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് നീ ഉറപ്പിച്ചു പ്രഖ്യാപിക്കും എന്നാണ് അർജുനനോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് അങ്ങനെ പ്രഖ്യാപിക്കാനായിട്ട്? ഹരേ കൃഷ്ണ. സുഹൃത്തും ഭക്തനും ആയതുകൊണ്ട്. സുഹൃത്തും ഭക്തനും ആയതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത് ഭഗവാൻ. ഭഗവാൻ എന്താണ്? നമുക്ക് പ്രഹ്ലാദ് കുമാരന്റെ കഥ അറിയില്ലേ? പ്രഹ്ലാദ് മഹാരാജാവിന്റെ കഥ നമുക്കറിയില്ലേ? പ്രഹ്ലാദ് കുമാരൻ എന്തായിരുന്നു? പ്രഹ്ലാദ് കുമാരൻ ഭഗവാന്റെ ഭക്തനായിരുന്നു. പ്രഹ്ലാദിന്റെ അടുത്ത് എന്താ ചോദിക്കുന്നത്? നിന്റെ ഭഗവാൻ തൂണിലും തുരുമ്പിലുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ആ ഭക്തൻ പറയുമ്പോ ഭഗവാൻ ആ ഭക്തന്റെ വാക്കിന് സത്യാക്കാൻ എവിടെന്നാ വന്നത്? ഭഗവാൻ അവതരിച്ചത് എവിടെന്നാണ്? തൂണിൽ നിന്നാണ് വന്നത് അല്ലെ ഭഗവാൻ? എന്താണ്? ആ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൂണിൽ നിന്ന് അവതരിച്ചു. അതേപോലെ തന്നെ ഭഗവാൻ എന്താണ്? ഭഗവാൻ ആ ഭക്തന്റെ വാക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഭക്തന്മാർ എന്ത് പറഞ്ഞാലും ഭഗവാൻ അതനുസരിക്കും അല്ലെ? ഭക്തന്റെ വാക്കിന് അത്രയും പ്രാധാന്യം ആര് കൊടുക്കുന്നുണ്ട്? ഭഗവാൻ കൊടുക്കുന്നു. അതുകൊണ്ട് അർജുനൻ ആരാണ്? ഭഗവാന്റെ ഭക്തനാണ്. ആ ഭക്തനോട് പ്രഖ്യാപിക്കാൻ പറയാണ് എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അപ്പൊ അർജുനൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? പാലിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ? ഭഗവാൻ പറയുന്നതിനേക്കാൾ ഭക്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനത്രയും പ്രാധാന്യം ആര് കൊടുക്കാണ് അവിടെ? ഭഗവാൻ കൊടുക്കാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് നീ പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ഇനി അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്?
ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഭക്തന്മാർ എന്ത് പറഞ്ഞാലും അത് അതേപോലെ അനുസരിക്കുന്നത് ആരാണ്? ഭക്തന്മാര് പറയുന്നത് അനുസരിക്കുന്നതാണ് ഭഗവാൻ ചെയ്യുന്നത് അല്ലെ. ഭഗവാന് ഭക്തന്മാര് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഭക്തരിനുള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത് തന്നെ. ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസം നമുക്ക് മനസ്സിലായി. അപ്പൊ ഭഗവാൻ അർജുനനോട് എന്താ പറയണത്? നമേ ഭക്തിയ പ്രണശ്യതി. അർജുനനോട് പറയണ എന്റെ ഭക്തന്മാർക്ക് നാശമില്ല എന്ന് നീ പ്രഖ്യാപിക്കുന്ന പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് ഭക്തന്റെ വാക്ക് ഭഗവാൻ ഒരിക്കലും തെറ്റിക്കില്ല. ഒരു ഭക്തൻ എന്ത് പറയുന്നു അത് ഭഗവാൻ അതേപോലെ ചെയ്യും. അതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത് മാംഹി പാർത്ഥവിപാശ്രിത്യ യേപി സ്യൂപാപയോനയഃ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്ര സേപി യാന്തി പരാം ഗതിം. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. അപ്പോ ഭഗവാനെ ആശ്രയിക്കുന്നവര് ആരായാലും, അത് അധമകുലത്തിൽ പിറന്നവരായാലും സ്ത്രീകളായാലും കച്ചവടക്കാരായാലും ശൂദ്രരായാലും ആരായാലും ശരി അവർക്ക് പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏത് കുലത്തിൽ പിറന്നാലും, അത് ഏത് എന്താ പറയാ ആരായാലും, ഏത് ശൂദ്രരായാലും സ്ത്രീകളായാലും കച്ചവടക്കാരായാലും അധമകുലത്തിൽ പിറന്നവരായാലും ശരി ആരായാലും അവർക്ക് പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. മന്മനാഭവ മദ്ഭക്ത്യോ മദ്യാജീമാ നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാ നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണഃ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഇനെന്താ ഭഗവാൻ പറയണത്? എന്നിൽ മനസ്സുറപ്പിക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നതുകൊണ്ട് നീ എന്നെ തീർച്ചയായും പ്രാപിക്കും. അപ്പൊ ഭഗവാനിൽ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. പിന്നെ എപ്പോഴും ഭഗവാനിൽ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആരെ പ്രാപിക്കാൻ സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാൻ എന്താ പറയണ ലാസ്റ്റ്? ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. അങ്ങനെ എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. മന്മന ഭവ മദ്ഭക്ത മദ്യാജീമാ നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണഃ. ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയാം. ഭഗവാനെ ആരാധിക്കുന്ന ഭഗവാന്റെ ഏത് രൂപത്തിലാണ്? ഭഗവാന്റെ ഈ കാണുന്ന രൂപത്തിൽ, ശ്യാമസുന്ദര രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കാനായിട്ട് ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. നിതായ് ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹരേ കൃഷ്ണ. എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്? എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കാത്തത്? ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ പ്രാപിക്കാനാവില്ല. ഇല്ലാത്തവർക്ക് അല്ലെ, ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക്, ഭഗവാനിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക്. ഭഗവാന്റെ രണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? ശക്തി ശക്തി ആരാണ്? രാധാറാണി. ശക്തി ദുർഗാദേവി. ദുർഗാദേവി. ശ്ലോകം 9:13 ഭഗവാൻ എന്താ പറഞ്ഞു തന്നത്? അലയോ ഭർത്താവ്യാമോഹം പാലിക്കാത്ത വിശിഷ്ടം ദൈവിക പ്രകൃതിയെ സർവഭൂതങ്ങൾക്കും ഞാൻ അറിഞ്ഞു. അവർ ഇപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു അല്ലെ. അപ്പൊ അതായത് വ്യാമോഹം പാലിക്കാത്ത വിശിഷ്ട
ആത്മാക്കള് ദൈവികമായ പ്രകൃതിയിൽ സുരക്ഷിതരായിരിക്കും. എങ്ങനെയാണ് സർവ്വഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമാണ് പരമപുരുഷനായ ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും അവര് എന്റെ ഭക്തിയുടെ സേവനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്നാണ് ഭഗവാൻ 14ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തന്നത്? എല്ലായ്പ്പോഴും എന്റെ എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടും ഭഗവാന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടും മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആദരിക്കുന്നു. ആരാധിക്കണം അല്ലെ? ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ച് നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ നിരന്തരം ഭക്തിയോടെ ഭഗവാൻ ആരാധിക്കണം. എനിക്കാണ് ഹരേ കൃഷ്ണ എല്ലാം മുറിഞ്ഞു പോകുന്നു കേട്ടോ. ആരുടെ അത് മുറിഞ്ഞു പോണത്? എന്റെ ആണോ മുറിഞ്ഞു പോണത് അതോ എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അതും മുറിഞ്ഞു അത് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലേ? ഓക്കെ. എല്ലാവരും പറഞ്ഞിട്ടോ ഒന്നുകൂടി ഞാൻ ഈ ആൻസർ പറയാം. അപ്പൊ ഒന്നും മിണ്ടാതിരുന്നാ മതി. കാരണം എല്ലാവരും പറയുമ്പോ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണല്ലോ പറയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ക്ലിയർ ആവുമല്ലോ. ഒരു ചോദ്യം ചോദിക്കട്ടെ. മറ്റു ദേവതമാരെ ആരാധന ചെയ്യുന്നത് അപ്പോ കുലദൈവത്തെ ആരാധിക്കുന്നത് ശരിയല്ലേ? അങ്ങനെയാണോ? അപ്പം ബ്രഹ്മപദം പ്രാപിക്കാൻ പറ്റില്ല എന്നല്ലേ ഇപ്പം ശ്രീകൃഷ്ണന്റെ ഇത് കേട്ടത് ശ്ലോകം? നമുക്കത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. മറ്റു ദേവതമാരെ ആരാധിക്കുന്നത് ഒരു കാര്യം ചെയ്യട്ടെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞാൽ മതിയോ? അതിലേക്ക് കടന്നാൽ മതിയോ? ശരി പ്രഭു. അപ്പൊ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ഇനി 9:22 എന്താണ് ഭഗവാൻ പറഞ്ഞത്? നമുക്ക് 22ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഭഗവാന്റെ എന്താണ് 22ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണ് ഭഗവാനെ പൂർണ്ണമായ ഭക്തിയോടെ ആരാണ് എല്ലായ്പ്പോഴും ആരാധിക്കുന്നു അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകുന്നതെല്ലാം നിലനിർത്തുകയും ചെയ്യും. അതായത് ഭഗവാൻ തന്നെ ആരാണോ ഭഗവാനെ പൂർണ്ണ ഭക്തിയോടെ ഭഗവാൻ ആരാധിക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നൽകുകയും ചെയ്യും, അവർക്കുള്ളതെല്ലാം ഭഗവാൻ നിലനിർത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഭക്തിയോടെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും നമുക്ക് വേണ്ടത് ആര് തരുള്ളൂ? ഭഗവാൻ തരുള്ളൂ. നമുക്കുള്ളത് നമുക്ക് നിലനിർത്തി തരുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കത് വേണ്ടാത്തതായിരുന്നു, നമുക്ക് അതുകൊണ്ട് ഉപയോഗം ഇല്ലാത്തതാണ്, നമുക്ക് അതുകൊണ്ട് ഗുണമില്ലാത്തതാണെന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാതിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്? അത് നമുക്ക് ആവശ്യമില്ലാത്തതായിരുന്നു ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ്? 25ാമത്തെ ശ്ലോകത്തിൽ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ദേവന്മാരെ ആരാധിക്കുന്നവർ പിതൃക്കളോടൊപ്പം ജനിക്കും, ഭൂതപ്രകൃതിയോടൊപ്പമാവും ജനിക്കും. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ അതായത് ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. അപ്പൊ ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരോടൊപ്പം ജനിക്കും. പിതൃക്കൾ ആരാധിക്കുന്നവര് പിതൃലോകത്ത് പോയിട്ട് ജന്മെടുക്കും. ഭൂതപ്രതാദികൾ ഉപാസിക്കുന്നവര് അവരോടൊപ്പം ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകത്തില് ജന്മെടുക്കുന്ന എല്ലാവരും എവിടെയാണ് ജീവിക്കുന്നത്? ആരെയാണ് ആരാധിക്കുന്നത് അവരുടെ അവിടെ പോയിട്ട് ജീവിക്കും. അപ്പൊ പിതൃലോകത്തിലാണെങ്കിൽ അവിടെ പോയിട്ട് ജീവിക്കും. ഭഗവാനെ ആരാധിക്കുന്നവര് ഭഗവാന്റെ ലോകത്തിൽ പോയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. അപ്പൊ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെ ആരാധിക്കണം എന്നാണ് ഭഗവാനെ ആരാധിക്കുന്നവർ അടുത്തത് അതല്ല, എന്തെല്ലാം ഭഗവാന് സമർപ്പിക്കാന്നാണ് ഭഗവാൻ പറയുന്നത്?
ഇലയോ പൂവോ പഴമോ ജലമോ എന്തായാലും എനിക്ക് അർപ്പിക്കുന്നത് എന്ത് ഇലയോ ജലമോ ആകട്ടെ അത് ഞാൻ അല്ലാത്ത തുച്ഛമായാലും ഞാൻ പൂർണ്ണതയോടെ സ്വീകരിക്കുന്നു. സ്വീകരിക്കുക. അതായത് പത്രം, പുഷ്പം, ഫലം, തോയം 4 കാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞല്ലോ. ഒന്ന് ഇല, വെള്ളം, പുഷ്പം, പിന്നെ ഫലവർഗ്ഗങ്ങള് അല്ലെ, പഴവർഗ്ഗങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ സമർപ്പിക്കാം? ഇലാന്ന് വെച്ചാൽ ഏതാണ്? തുളസി ഇല. ജലം കൊടുക്കാം, തുളസി ഇല കൊടുക്കാം, പിന്നെ പുഷ്പങ്ങൾ അർപ്പിക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഴവർഗ്ഗങ്ങൾ കൊടുക്കാം ഭഗവാന്. ഇത് 4 നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ വീട്ടില് ജലം എല്ലാവരുടെ വീട്ടിലുണ്ടാവും, തുളസിയും എല്ലാവരുടെ വീട്ടിലുണ്ടാവും, പുഷ്പവും ഉണ്ടാവും, എന്തെങ്കിലും ഒരു പുഷ്പം നമ്മുടെ വീട്ടിലുണ്ടാവും, പിന്നെ പഴവർഗ്ഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പക്ഷെ എന്താണ് പറയുന്നത്? ഇതൊക്കെ സമർപ്പിക്കുമ്പോ ഭക്തിയോടെ ആയിരിക്കണം, സ്നേഹത്തോടെ ആയിരിക്കണം ഭഗവാന് സമർപ്പിക്കേണ്ടത്. പക്ഷെ ഫ്രൂട്ട്സ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നോൺവെജ് ഒക്കെ കഴിക്കുന്ന വീടുകളാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒരു കത്തി വെക്കണം. നമുക്ക് മുറിച്ച് ഭഗവാൻ ഓഫർ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു കത്തി പ്രത്യേകം മേടിച്ചിട്ട് ആ കത്തി ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ ആയിരിക്കരുത് വെക്കേണ്ടത്. നമ്മൾ അതിനു വേണ്ടി വേറൊരു പാത്രം നമ്മൾ മേടിക്കേണ്ടി വരും. അല്ലാതെ ഭഗവാന് നമ്മൾ വേറെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മളെ വീട്ടില് നോൺവെജ് ഒക്കെ ഉണ്ടാക്കുന്ന വീടാണെങ്കിൽ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളം വെക്കാം. നമ്മളൊരു ഗ്ലാസ്, പുതിയ ഗ്ലാസ് മേടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഭഗവാന് വെള്ളം വെക്കാം, അതിലൊരു തുളസിയിൽ ഇട്ടിട്ട് ഭഗവാന് വെള്ളം വെക്കാം. അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ അർപ്പിക്കാം. പിന്നെന്താണ്, നമുക്ക് പഴോ, ഉപ്പളോ, ഓറഞ്ചോ എന്തൊക്കെ നമുക്ക് മേടിച്ച് വെക്കാൻ സാധിക്കും. അതൊക്കെ നമുക്ക് ഭഗവാൻ ഓഫർ ചെയ്യാം. പക്ഷെ മുറിച്ച് വെക്കണമെങ്കിൽ നമ്മളൊരു പുതിയൊരു കത്തി മേടിച്ചിട്ട് അതുകൊണ്ട് മുറിക്കണം. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാത്രം, നമ്മളൊരു പ്ലേറ്റ്, സ്റ്റീലിന്റെ പാത്രം, എന്തെങ്കിലും ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് അതിൽ ഭഗവാൻ ഓഫർ ചെയ്യാൻ. തുളസിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഓഫർ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോൺവെജ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. അങ്ങനത്തെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണ്ട. പക്ഷെ ഇത് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കാം. കാരണം അത് ഭഗവാന്റെ കാരുണ്യാണത്. അപ്പൊ അത് നമ്മളെ പ്രസാദം നമ്മളെല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ അത് എല്ലാവർക്കും കഴിക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഒരു പഴം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തായാലും മേടിച്ചിട്ട് തന്നിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് ഭഗവാൻ ഓഫർ ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ കാരുണ്യാണ്. അത് നമുക്ക് എല്ലാ ദുഃഖങ്ങളെയും മാറ്റാനും നമ്മളെ ശുദ്ധീകരിക്കാനും നമുക്ക് ആ പ്രസാദം കൊണ്ട് സാധിക്കും. നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാത്തത് നമ്മൾ വിട്ടുകളയാം. പിന്നെ ഗിരിജയെ കാണാൻ പറ്റുന്നുണ്ടോ? അറിയില്ല മാതാജി, ഇതൊന്നും മുഴുവനാക്കിയിട്ട് നമുക്ക് നോക്കാവേ. ഹരേ കൃഷ്ണ. 27 എന്താണ് ഭഗവാൻ പറഞ്ഞത്? നീ എന്ത് ചെയ്യുന്നതോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, അതെല്ലാം എന്നെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഏതൊരു സന്ദർഭത്തിലും ഭഗവാനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവാൻ ഇത് പറഞ്ഞു തന്നത്. എന്തിനാണ് ഇത് ഭഗവാൻ പറഞ്ഞു തന്നത്? ഭഗവാനെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ചെയ്യാ? എന്നെ ഓർത്തുകൊണ്ട് ചെയ്യാ. അങ്ങനെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാനാണ് ഭഗവാൻ നമുക്കിത് പറഞ്ഞു തരുന്നത്. അങ്ങനെ എപ്പോഴും എന്നെ മാത്രം ചിന്തിക്കുക, എന്നെ പറ്റിയിട്ട് സ്മരിച്ചുകൊണ്ട് നീ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത്. ശരിക്കും ഭഗവാൻ ഇതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നിട്ട് ഭഗവാൻ ഇത് എന്തിനാ പറഞ്ഞു തരുന്നത്? ഭഗവാൻ നമ്മള് പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഭഗവാനെ എങ്ങനെ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്? ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. ഭഗവാനെ പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ട് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്? മനസ്സുറപ്പിച്ച് അതെ, ഏതാണ്? എന്നിൽ മനസ്സുറപ്പിക്കുക,
എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അല്ലെ? അതാണ് ഭഗവാനെ എങ്ങനെ പ്രാപിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. മന്മനാഭവ മത്ഭക്ത മത്യാജീമ നമസ്കുരു മാമേ വൈശ്യസ്യ യുക്തൈവ ആത്മാനം മത്പരായണ എന്ന് പറഞ്ഞു. എന്നിൽ മനസ്സുറപ്പിക്കുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക, എന്റെ ഭക്തനാവുക, എന്നിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നതുകൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. രാജവിദ്യ രാജഗുഹ്യം എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഉയർന്ന വിദ്യ, ഉയർന്ന രഹസ്യം. അതെന്താണ്? അതേതാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള